UDF സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നായ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി ആരംഭിച്ചിട്ട് ഒരു മാസം തികഞ്ഞിരിക്കുകയാണ്. പദ്ധതി പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. 5 ലക്ഷം വനിതാ യാത്രക്കാരാണ് അധികമായി KSRTCയിൽ എത്തിയത്. അതേസമയം വിജയത്തിന്റെ ഇരകൾ എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ വിശേഷിപ്പിക്കുന്ന സ്വകാര്യ ബസ് മേഖലയിൽ ഒരു മാസം കൊണ്ട് 65 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടായതായി ബസ് ഉടമകളുടെ സംഘടന വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് 500-ലധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് പൂർണ്ണമായി നിർത്തി. സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്ന പ്രതിസന്ധി പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ. ഈ പശ്ചാത്തലമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റും പരിശോധിക്കുന്നത്. പ്രിയദർശിനിയുടെ ഇരകൾക്ക് നീതി കിട്ടുമോ? UDF പ്രകടന പത്രികയിലെ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ സുപ്രധാന പ്രഖ്യാപനമായിരുന്നു സ്ത്രീകളുടെ സൗജന്യ യാത്ര. അധികാരത്തിലേറി 3 ആഴ്ച പിന്നിട്ടപ്പോഴേക്കും KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയെന്നായിരുന്നു അവകാശവാദം. സൗജന്യ യാത്രയ്ക്കായി ബജറ്റിൽ 600 കോടി രൂപയും നീക്കിവച്ചു. പ്രതിദിനം 2.5 കോടി രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ എന്നാണ് കണക്കാക്കിയിരുന്നത് എങ്കിലും ചില ദിവസങ്ങളിൽ 3 കോടി രൂപ വരെ ആകുന്നുണ്ടെന്നാണ് കണക്കുകൾ. ആകെ യാത്രക്കാരിൽ സ്ത്രീ യാത്രക്കാർ മുൻപ് 40 മുതൽ 50% വരെ ആയിരുന്നുവെങ്കിൽ ഇപ്പോ 60% വരെയായി ഉയർന്നിരിക്കുന്നു. ഈ പദ്ധതി ആരംഭിച്ചതിനു ശേഷം പ്രതിദിനം 5 ലക്ഷം സ്ത്രീ യാത്രക്കാരുടെ വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ നിയമസഭയിൽ അറിയിച്ചത്. പ്രതിദിന സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഏകദേശം 10 ലക്ഷമായിരുന്നത് 15 ലക്ഷമായി വർദ്ധിച്ചു. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിച്ചിരുന്ന ഒരു വിഭാഗം സ്ത്രീകൾ അടക്കം ഇപ്പോ ബസ്സുകളിൽ സഞ്ചരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രിയദർശിനി യാത്ര വഴി ചെലവിനത്തിൽ വലിയൊരു തുക ലാഭിക്കാനും കഴിയുന്നുണ്ട്. പദ്ധതി ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ ജില്ലയിലെ സ്വകാര്യ ബസ് മേഖല പൂർണ്ണ തകർച്ചയിലേക്കാണ് നീങ്ങുന്നത്. 1-2 ബസ്സുകൾ മാത്രമുള്ള ഒരു സാധാരണക്കാരായ ഉടമകൾക്ക് നിത്യവൃത്തിക്കായി നെട്ടോട്ടം ഓടേണ്ട ഒരു ഗതികേടുണ്ട് ഇവിടെ. തൊഴിലാളികൾക്ക് കൂലി നൽകാൻ പോലും ആകാതെ പല ഉടമകളും ഇപ്പോൾ സ്വന്തം വണ്ടികളിൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരുമായി മാറിക്കഴിഞ്ഞു. ഒരു മാസത്തിനിടയിൽ 65 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതേ തുടർന്ന് 500-ലധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് പൂർണ്ണ തോതിൽ നിർത്തലാക്കി. സർവീസ് നടത്തുന്ന ബസ്സുകൾ ആകട്ടെ കനത്ത നഷ്ടം ഭയന്ന് ട്രിപ്പുകൾ വെട്ടിച്ചുരുക്കുകയും ചെയ്തു. പ്രതിദിനം 12,000 മുതൽ 14,000 രൂപ വരെ കളക്ഷൻ ലഭിച്ചിരുന്ന ബസ്സുകൾക്ക് ഇപ്പോൾ കഷ്ടിച്ച് 10,000 രൂപയോളം മാത്രമാണ് ലഭിക്കുന്നതെന്നാണ് ബസ് ഉടമകളുടെ വാദം. നമ്മുടെ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന 11,936 ബസ്സുകളുടെ സർവീസിനെ ഇത് ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലേക്ക് ദിവസം 9 സർവീസെങ്കിലും നടത്തുന്ന ഒരു ബസ്സിന് ദിവസം ശരാശരി ഡീസൽ നിറയ്ക്കാൻ വേണ്ട തുക 4,500 മുതൽ 5,000 രൂപ വരെയാണ്. 1000 മുതൽ 1,200 രൂപ വരെയാണ് ജീവനക്കാരുടെ പ്രതിദിന ശമ്പളം. ഫിനാൻസ് അടവ്, ടാക്സ്, ഇൻഷുറൻസ് എന്നിവയ്ക്കും അറ്റകുറ്റപ്പണികളുടെ ചിലവിനായും പണം കണ്ടെത്തേണ്ടി വരും. സ്വകാര്യ ബസ്സുകളുടെ ത്രൈമാസ നികുതി പകുതിയാക്കി ബജറ്റിൽ വെട്ടിച്ചുരുക്കിയിരുന്നു. എന്നാൽ ഇത് സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ നഷ്ടം കുറയ്ക്കില്ലെന്നാണ് ബസ് ഉടമകളുടെ വാദം. റോഡ് ടാക്സ് കുറച്ചതുകൊണ്ട് ഒരു ബസ്സിന് ദിവസം 125 രൂപ മുതൽ 150 രൂപ വരെയുള്ള നേട്ടമാണ് ഉണ്ടാവുക. 3,000 മുതൽ 4,000 രൂപ വരെ ദിവസ വരുമാനത്തിൽ കുറവുണ്ടായ ബസ്സുകൾക്ക് റോഡ് ടാക്സ് കുറച്ച് കിട്ടിയതുകൊണ്ട് മാത്രം നഷ്ടം നികത്താൻ പറ്റില്ല. പണിമുടക്കടക്കമുള്ള സമരമാർഗങ്ങൾ അവർ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്ന പ്രതിസന്ധി പഠിക്കാൻ ഇപ്പോ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ. സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ KSRTCക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് പ്രഖ്യാപനം. പ്രതിവർഷം ഏകദേശം 750 മുതൽ 800 കോടി രൂപ വരെ സർക്കാർ ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. അതായത് പ്രതിദിന യാത്ര സൗജന്യമായി നൽകുന്ന 2.5 കോടി രൂപയോളം സർക്കാർ KSRTCക്ക് നൽകുമെന്നാണ് ധാരണ. KSRTCക്ക് സർക്കാർ സഹായമായി 100 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ചാണ് ജൂണിലെ ശമ്പള വിതരണം പൂർത്തിയാക്കിയത്. 3000-ഓളം താൽക്കാലിക ജീവനക്കാർക്കുള്ള ശമ്പള വിതരണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ഒരു മാസം 12 കോടിയോളം രൂപ വേണം. എന്നാൽ ഇതിനു വേണ്ടി ഇതുവരെ 3 കോടി രൂപ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ എന്നാണ് പ്രതിപക്ഷ സംഘടനാ ജീവനക്കാരുടെ സംഘടനയുടെ ആരോപണം. KSRTCയിൽ ഈ 2,20,000 സ്ഥിരം ജീവനക്കാരും 4,500 എംപാനൽ ജീവനക്കാരുമാണ് ഉള്ളത്. ദിവസം 8 കോടി രൂപ കളക്ഷൻ ഉണ്ടായിരുന്ന KSRTCയുടെ വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ഡീസൽ, ടയർ, സ്പെയർ പാർട്സ് എന്നിവയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. ദിവസം 4.5 കോടി ഡീസലിന് വേണ്ടി മാത്രം ചെലവാക്കുന്നുമുണ്ട്.
സമയബന്ധിതമായി KSRTCക്ക് പണം അനുവദിച്ചില്ലെങ്കിൽ ഡീസൽ അടക്കമുള്ള നിത്യോപയോഗ ചെലവുകൾക്കുള്ള പണം കണ്ടെത്തുന്നത് വലിയ പ്രതിസന്ധിയിലാകും. പ്രിയദർശിനി പദ്ധതിക്ക് വേണ്ട തുക ലഭ്യമാക്കുന്നതിൽ സർക്കാരിൽ നിന്നും കാലതാമസം ഉണ്ടായാൽ KSRTCക്ക് വായ്പയെ ആശ്രയിക്കേണ്ടി വരും. SBI കൺസോർഷ്യത്തിൽ നിന്നുള്ള 50 കോടിയുടെ പ്രതിമാസ ഓവർഡ്രാഫ്റ്റ് പരിധി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പുതിയ വായ്പാ സാധ്യത തേടുകയാണ് KSRTC. പ്രിയദർശിനി പദ്ധതിക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കൃത്യസമയത്ത് കിട്ടാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കുള്ള കാരണം. സംസ്ഥാനത്ത് 3000-നടുത്ത് KSRTC ബസ്സുകളും 10,000-ൽ കൂടുതൽ സ്വകാര്യ ബസ്സുകളുമാണ് ഓർഡിനറി സർവീസ് നടത്തുന്നത്. 3125 ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കി എന്നായിരുന്നു സർക്കാരിന്റെ അവകാശവാദമെങ്കിലും 2617 ഓർഡിനറി ബസ്സുകളാണ് ഉള്ളതെന്നാണ് ജൂൺ 1 ഗതാഗത മന്ത്രി നിയമസഭയെ അറിയിച്ചത്. ഇതിൽ 500ഓളം ബസ്സുകൾ കട്ടപ്പുറത്തുമാണ്. ഏതായാലും പ്രിയദർശിനി പദ്ധതിയിൽ കൂടുതൽ ബസ്സുകളെ ഉൾപ്പെടുത്തുന്ന അടുത്ത ഘട്ടം ഉടൻ ഉണ്ടാവില്ല എന്നുകൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിനും യാത്രാ സൗകര്യത്തിനും വലിയൊരു കുതിപ്പേകിയ പ്രിയദർശിനി പദ്ധതി കേരളത്തിന്റെ ചരിത്രത്തിലെ മികച്ചൊരു കാൽവയ്പാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഒരു ജനവിഭാഗത്തിന് ആശ്വാസം നൽകുമ്പോൾ അതൊരു വ്യവസായത്തിന്റെ ശവപ്പറമ്പിലാകരുത് കെട്ടിപ്പടുക്കേണ്ടത്. കേരളത്തിന്റെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഇടചേർക്കുന്ന സ്വകാര്യ ബസ് മേഖലയെയും അതിനെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന 30,000-ഓളം വരുന്ന തൊഴിലാളികളെയും സംരക്ഷിക്കേണ്ടത് ഒരു സർക്കാരിന്റെ കടമ തന്നെയാണ്. നിത്യവൃത്തിക്കായി നെട്ടോട്ടമോടുന്ന ഉടമകളും ജോലി നഷ്ടപ്പെടുന്ന തൊഴിലാളികളും നേരിടുന്ന സാമൂഹികവും സാമ്പത്തികവുമായ അരക്ഷിതാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ പഠനം കേവലം കടലാസിൽ ഒതുങ്ങാതെ അതിവേഗം പ്രായോഗികമായ ഒരു രക്ഷാ പാക്കേജായി മാറണം. ഇതിനൊപ്പം തന്നെ KSRTC നേരിടുന്ന സാമ്പത്തിക ബാധ്യതകളും അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. സ്പോട്ട്ലൈറ്റിൽ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം കാണാം.